കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ പഠന റിപ്പോർട്ട് പുറത്ത്. NH-66 നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടുകൾ ഉള്ളതായും പ്രശ്നങ്ങൾ മൂടിവെക്കുന്നതായും പഠന സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സമഗ്ര അന്വേഷണത്തിന് ശേഷം മാത്രമേ തുടർ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ എന്നും അതുവരെ പ്രവൃത്തികളെല്ലാം നിർത്തിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. എംബാങ്ക്മെന്റ് കെട്ടാനുള്ള പദ്ധതി, ഈ എംബാങ്ക്മെന്റിന് ഉപയോഗിക്കുന്ന കട്ടകൾ തന്നെ നമ്മുടെ കളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്റർലോക്കിന് സമാനമായ അത്രയും വലുപ്പമുള്ള ചെറു ബ്ലോക്കുകളാണ്. ബാക്കി എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ബ്ലോക്കുകളാകുമ്പോൾ നമ്മുടെ കാട്ടാമ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ തന്നെ അത്തരം ചെറു ബ്ലോക്കുകൾ ഇട്ടിട്ട് അത് തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇടിഞ്ഞു പോയിരിക്കുന്നത് വെക്കാനുള്ള ഒരു കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ തള്ള്, ഞാനതിനെ പറ്റി പറയാം. അപ്പോൾ അത്തരം ഒരു അശാസ്ത്രീയത നമുക്കവിടെ കാണാൻ പറ്റും. പിന്നീട് ഈ എംബാങ്ക്മെൻറ്റ്, അതായത് 8 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് ഇൻ്റർലോക്ക് പോലെ സ്ഥാപിച്ചിരിക്കുന്ന ഈ എംബാങ്ക്മെൻറ്റിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഇവർ വെളുത്ത ഒരു ഷീറ്റ് ഷീറ്റ് വിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഷീറ്റിൽ വിരിച്ചതിന് ശേഷമാണ് മണ്ണിടുന്നത്. അങ്ങനെ മണ്ണിടുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് പെയ്യുന്ന മഴവെള്ളം സൈഡുകളിലേക്ക് ദ്വാരം ഇട്ടിട്ടുണ്ടെങ്കിലും, ഈ സ്ലാബുകൾക്ക് സൈഡുകളിലേക്ക് ദ്വാരം ഇട്ടിട്ടുണ്ടെങ്കിലും അവക്ക് പുറത്തേക്ക് പോകാൻ വയ്യാതെ അവ താഴോട്ടേക്ക് കിനിഞ്ഞു പോവുകയും അതിൻ്റെ അടിവാരത്ത് ഇന്നലെയൊക്കെ പല പത്രങ്ങളിലും ഒക്കെ തന്നെ വന്നതുപോലെ അടിഭാഗത്ത് നിന്ന് ധാരാളം വിള്ളലുകൾ ഉണ്ടാവുകയും ആ വിള്ളലുകളിലൂടെ പുറത്തേക്ക് വെള്ളം പോകുന്ന സ്ഥിതിയുമാണ് നാം കാണുന്നത്. അപ്പോൾ എംബാങ്ക്മെൻറ്റിൻ്റെ നിർമ്മാണം തന്നെ ഒരർത്ഥത്തിൽ ഈ പാതയുടെ ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജൂൺ 2, 8 തീയതികളിലായി ജിയോളജി, ഹൈഡ്രോളജി, ഇക്കോളജി, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന പഠനസംഘം നടത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. NH-66 ചെറുവത്തൂർ കാര്യങ്കോട് മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള ഭാഗത്ത് നടത്തിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ് പഠനസംഘം സന്ദർശിച്ചത്. ഭൌമശാസ്ത്രപരവും ഭൌമ സാങ്കേതികപരവും പാരിസ്ഥിതികവും ജൈവ വൈവിധ്യപരവും സാമൂഹികവുമായ സവിശേഷതകളെ ഒട്ടും പരിശോധിക്കാതെയുള്ള നിർമ്മാണ രീതികളാണ് കരാറുകാർ NH-66 മേഖലയിലെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും അവലംബിച്ചതെന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണ സംബന്ധമായ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് പ്രാഥമിക പഠനത്തിൽ ഇവർ കണ്ടെത്തിയത്. പ്രശ്നങ്ങൾ മൂടിവെക്കുന്നതായാണ് കാണാൻ സാധിച്ചതെന്നും പഠനസംഘം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിന്റെ ഘടന നോക്കാതെയാണ് കുന്നുകൾ ഇടിച്ചു നിരത്തിയും കുന്നുകൾ നെടുകെ പിളർന്നതെന്നും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിംഗ് നടത്തിയ ശേഷം മാത്രമേ തുടർ പ്രവർത്തനം നടത്താൻ പാടുള്ളൂവെന്നും അതുവരെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം PAC ചെയർമാൻ KC വേണുഗോപാലിനെ നേരിട്ട് കണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സംഘം അറിയിച്ചു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ജനങ്ങളിലെത്തിക്കാൻ അടുത്ത മാസം പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.